അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ റസൂലിൻ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സമസ്തക്കാരായ ആളുകൾക്ക് ഒരുപാട് ഔലിയാക്കന്മാരുണ്ട്. ഈ ഔലിയാക്കന്മാരെയൊക്കെ പ്രാദേശികാടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവരിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറം ജില്ലയെടുത്താൽ മലപ്പുറം ജില്ലയിൽ ഇത്ര മക്കാമുകൾ, പാലക്കാട് ജില്ലയിൽ ഇത്ര മക്കാമുകൾ. ഈ മക്കാമുകളിൽ കിടക്കുന്ന ശൈഖന്മാരുടെ പേരുകളും അവരുടെ കറാമത്തുകളും അടക്കം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാ? പാലക്കാട് ജില്ലയിലുള്ള ആളുകൾ ആ പാലക്കാട് ഉള്ള മക്കാമുകളിലേക്ക് പോകണം, മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ മലപ്പുറം ജില്ലയിലെ ഇന്ന മക്കാമുകളിലേക്ക് പോകണം. എന്നിട്ട് ഇങ്ങനെ ഓരോ മക്കാമുകളിലെയും ശൈഖന്മാരെ പരിചയപ്പെടുത്തുന്നു. അതിൽ ദറജ കൂടിയ ശൈഖുണ്ട്, ദറജ കുറഞ്ഞ ശൈഖന്മാരുണ്ട്. ചില ആളുകളെ ദറജ കൂട്ടാൻ വേണ്ടി കള്ളക്കറാമത്തുകൾ, എല്ലാ ഇവരുടെ ഔലിയാക്കന്മാർക്കും കള്ളക്കറാമത്തുകളുണ്ട്. ഈ ഇവർ പരിചയപ്പെടുത്താറുള്ള ഔലിയാക്കന്മാരെ സംബന്ധിച്ച് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, ജീവിത കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഭ്രാന്തന്മാരായി ജീവിച്ച, പള്ളിയിൽ പോകാത്ത, കൃത്യമായി നമസ്കരിക്കാത്ത, ജീവിത കാലഘട്ടത്തിൽ യാതൊരു ശരീഅത്തിന് നിയമങ്ങൾ പാലിക്കാത്ത ആളുകളൊക്കെയാണ് ഈ പുരോഹിത വൃന്ദം പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർ. എന്നിട്ട് ഇങ്ങനെ കള്ളക്കറാമത്തുകൾ ഏച്ചു കെട്ടി കൊടുക്കുകയാണ്. കാരണം എന്താ? ഈ സാധുക്കളായ ജനങ്ങൾ ഈ ശൈഖന്മാർക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്നെല്ലാം കരുതി ഈ മക്കാമുകളിൽ പോയി അവിടെ പോയി വീണ് സാഷ്ടാംഗം ചെയ്ത് അവരോട് ഇങ്ങനെ ഇസ്തിഗാസ നടത്തുകയാണ്. എല്ലാ ആവലാദികളും പ്രയാസങ്ങളും. കാരണം ശൈഖന്മാരുടെ കറാമത്ത് ഭയങ്കര കറാമത്തല്ലേ. അപ്പൊ അതിങ്ങനെ ചോദിച്ചാൽ അവർ തരുമല്ലോ. ഈ വിശ്വാസം ഈ സമൂഹത്തിൽ ഊട്ടി ഉറപ്പിക്കാൻ ഈ പുരോഹിത വൃന്ദം നടത്തിയ കൈക്രയ എന്താ? അള്ളാഹുവിന്റെ ഖുർആനിൽ കൈവച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ വക്രീകരിച്ച് ദുർവ്യാഖ്യാനിച്ചു. എന്നിട്ടോ പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായി. റസൂലുള്ളാഹിയുടെ കവറിന്റെ അടുക്കൽ ഇന്ന സ്വഹാബി പോയി ഇങ്ങനെ കള്ളക്കഥകളും കെട്ടുകഥകളും അവതരിപ്പിച്ച് ഈ പാമരായ ജനങ്ങളെ ആത്മീയ ചൂഷണം നടത്തുകയാണ് ഈ പുരോഹിത വൃന്ദം. ഇതിവരുടെ കച്ചവടമാണ്, വിപണനമാണ്. ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല. ആ ബന്ധമില്ലാത്ത വിഷയമാണ് ഈ പുരോഹിതന്മാർ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിതരായി പോകാൻ പാടില്ല. മുജാഹിദ് പ്രസ്ഥാനം ഈ പുരോഹിത വൃന്ദത്തോട് വളരെ കൃത്യമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഈ വിശ്വാസം, മൺമറഞ്ഞുപോയ മഹാന്മാരോട് സഹായം തേടാമെന്ന് നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന വിശ്വാസമുണ്ടല്ലോ, അതിന്റെ പ്രമാണം എന്താ മുസ്ലിയാരെ? ആ പ്രമാണം നിങ്ങൾ അവതരിപ്പിക്കൂ എന്ന് പലപ്പോഴായി ഞങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഏതായത്താണ് ഇവർ ഓതിയത്? ഓതിയ ആയത്തുകൾ മുഴുവനും ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ആയത്താണ്. എന്നാൽ ഇത് ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ആയത്തുകൾ ഞങ്ങൾ ഓതി കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മുസ്ലിയാക്കന്മാരായ ആളുകൾ ആത്മീയ കച്ചവടത്തിന്റെ ആളുകളായതുകൊണ്ട് അത് അംഗീകരിക്കുകയില്ലല്ലോ. അവരിതിങ്ങനെ കള്ളക്കറാമത്തുകളും അനുഭവ കഥകളും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ യഥേഷ്ടം അവതരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കാനുണ്ടായ ഒരു സാഹചര്യം, ഒരു മുസ്ലിയാരുടെ ക്ലിപ്പ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കേൾക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുവാനുണ്ട്. ഇവിടെ മലപ്പുറം ജില്ലയിലേക്ക് നമുക്കൊന്ന് പോകാം. ആ മലപ്പുറം ജില്ലയിൽ ഐലക്കാട് എന്ന് പറയുന്ന പ്രദേശം, അവിടെ 2 മക്കാമുകളുണ്ട്. ആ മക്കാമുകളിൽ ഒരു മക്കാമിൽ കിടക്കുന്ന ആളുടെ പേര് ഐലക്കാട് ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി. ഇതാണ് ഒരു ഷെയ്ഖിന്റെ പേര്. രണ്ടാമത് ഐലക്കാടുള്ള രണ്ടാമത്തെ മക്കാമ് സ്വാലിഹ് കുഞ്ഞിക്കോയ തങ്ങൾ അരിമ്പ്ര ഉസ്താദ് മക്കാം. ഇങ്ങനെ 2 മക്കാമുകളുണ്ട്. ഈ 2 മക്കാമുകളിൽ കുറച്ച് ദറജ കൂടിയ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരിയാണ്. നമുക്ക് ആ ജാറും ഒന്ന് പരിചയപ്പെടാം. ആ ജാറത്തിൽ കിടക്കുന്ന ആ ഷെയ്ഖിന്റെ പ്രത്യേകതയും ഒന്ന് പരിചയപ്പെടാം. ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ശേഷം ഒരു കാര്യം പറയാനുണ്ട്. ഇത് ആദ്യമായി നിങ്ങൾ കേൾക്കുക. ശേഷം ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യം ഞാൻ പറയുകയും ചെയ്യാം. നമുക്ക് ആ ജാറും ഒന്ന് കാണാൻ പോകാം. അല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ഒന്ന് കണ്ടോളി. അവിടെയാണ് നിരവധി അനവധി കറാമത്തുകൾക്കുടമയായ ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ ഖാദിരി റഹിമഹുമുള്ള മറവിട്ട് കിടക്കുന്നത്. പൊന്നാനിക്കടുത്ത് കോടഞ്ചേരിയിലെ എരവാട് മഖദൂം കുടുംബത്തിൽ ഹിജറ 1277
മഹാനവറുകളുടെ ജനനം. ഒപ്പുങ്ങൽ ബാപ്പുട്ടി മുസ്ലിയാരിൽ നിന്ന് വിദ്യ അഭ്യസിച്ച മഹാൻ ഇന്ത്യക്കകത്തും പുറത്തുമായി വർഷങ്ങളോളം ആത്മീയ നേതാക്കളെയും ആത്മീയ കേന്ദ്രങ്ങളെയും അന്വേഷിച്ച് നടന്നു. ഖാദിരിയ, റിഫാഇയ, നക്ഷബന്ദിയ തുടങ്ങി 60-ൽ പരം ത്വരീഖത്തുകളിൽ ഖിലാഫത്തും നിരവധി അനവധി ആത്മീയ പരിശീലന മുറകളിൽ പ്രത്യേക ഇജാസത്തും നേടി. ഭൂതപ്രേതങ്ങളും സിഹറുമായി ജനത്തെ വലച്ച ജ്യോത്സ്യരെയും മന്ത്രവാദികളെയും മൂലക്കിരുത്താൻ അസ്മാ ചികിത്സ മഹാനവറുകൾ വികസിപ്പിച്ചു. AD 1378 ദുൽഹിജ്ജ 12-നായിരുന്നു മഹാനവറുകളുടെ വഫാത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഐലക്കാട് മക്കാമിലെ ജാറത്തിലുള്ള ഈ സയ്യിദ് സിറാജുദ്ദീൻ ഷെയ്ഖിന്റെ പ്രത്യേകതയെ സംബന്ധിച്ചാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പേരിന്റെ വാലിൽ ഒരു ഖാദിരി എന്നൊരു പേരുണ്ട്. ഖാദിരിയ ത്വരീഖത്തിലൂടെ അദ്ദേഹം, അതായിരിക്കാം ഇപ്പോൾ ഇവിടെ പറഞ്ഞെന്താ, 60ഓളം വരുന്ന ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളിൽ ഇദ്ദേഹം പോയിട്ടുണ്ട്. ഇനി അതിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ത്വരീഖത്ത് ഖാദിരിയ ത്വരീഖത്തായിരിക്കാം. എല്ലാ ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളും എവിടേക്കെത്തപ്പെടുന്ന ഒന്നാണ്, സൂഫിസത്തിലേക്കാണ്. ഈ സൂഫിസം ചേക്കേറുന്നത് എവിടേക്കാണ്? തനിച്ച ഷിയായിസം. ആ ഷിയായിസത്തിന്റെ ഒരു ഷിയായിസം ജന്മം നൽകിയ ഒന്നാണ് സൂഫിസം. അതാണല്ലോ കേരളത്തിലെ സമസ്താലയത്തിന്റെ ആളുകൾ ഏറ്റെടുത്ത് കൊണ്ടുനടക്കുന്നത്. ഇന്നിപ്പോ ഈ പറയപ്പെടുന്ന തരീഖത്ത് പ്രസ്ഥാനങ്ങളൊക്കെ മൺമറഞ്ഞുപോയി. അത് മൺമറഞ്ഞു പോകാൻ കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് പല ത്വരീഖത്ത് പ്രസ്ഥാനങ്ങളും മണ്ണിന്റെ അടിയിൽ ഞങ്ങൾ ചവിട്ടിത്താഴ്ത്തി. അതൊന്നും ഇനി പൊന്തി വരാത്ത രൂപത്തിലായി. ഏതായിരുന്നാലും ഖാദിരിയ ത്വരീഖത്തിലുള്ള ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താ? ഇദ്ദേഹം സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രത്യേകമായ പഠനങ്ങൾ നടത്തിയ, പ്രത്യേകമായ പര്യവേക്ഷണങ്ങൾ നടത്തിയ ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതായത് അസ്മാ ചികിത്സ ഇദ്ദേഹം വികസിപ്പിച്ചെടുത്തു. പുതിയ ചികിത്സാ രീതികളൊക്കെ അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ശാസ്ത്രജ്ഞനാണെന്ന് തോന്നുന്നു. ശാസ്ത്രലോകത്ത് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞന്മാരെ പോലെയാണ് ഇദ്ദേഹത്തെയൊക്കെ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തെ. അങ്ങനെയാണ് അസ്മാഇന്റെ പണിക്കാരും തൽസമാത്തിന്റെ പണിക്കാരൊക്കെ ഉണ്ടല്ലോ അവരുടെ കൂട്ടത്തിൽ. സിഹർ ചെയ്യുന്ന ആളുകളും സിഹർ ഇങ്ങനെ ചെയ്യപ്പെട്ട ആളുകളെ ആ സിഹറിൽ നിന്ന് മുക്തമാക്കുന്ന ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ടല്ലോ. പ്രത്യേകമായ ഷെയ്ഖന്മാരും അതിനുവേണ്ടി പ്രത്യേക കറാമത്തുകൾ നൽകപ്പെട്ട ഒരു ഷെയ്ഖാണത്രേ ഇദ്ദേഹം. സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ പ്രത്യേകമായ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് ഇദ്ദേഹത്തെ പറ്റി ഇവർ പരിചയപ്പെടുത്തുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ഈ ക്ലിപ്പിലൂടെ കണ്ടത്. ഇത് എന്തിനാണ് ഞാനിത് പറയാൻ കാരണം? അത് പറയാൻ ഒരു കാരണമുണ്ട്. ഒരു മുസ്ലിയാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ മുസ്ലിയാരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പേര് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന. കൊട്ടപ്പുറത്ത് വന്നുകൊണ്ട് മുജാഹിദുകളുമായി സംവദിക്കുമ്പോൾ, അല്ല മുസ്ലിയാരെ, നിങ്ങളുടെ കയ്യിൽ ഈ മൺമറഞ്ഞു പോയ മഹാന്മാരോട് ഈ പറയപ്പെടുന്ന ആയിക്കോട്ടെ സയ്യിദ് സിറാജുദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, ഇനി വേറെ ഏതെങ്കിലും ഷെയ്ഖന്മാരാകട്ടെ, മുഹിദ്ദീൻ ഷെയ്ഖ് ആകട്ടെ, ഏത് ഷെയ്ഖന്മാരോടുമുള്ള സഹായത്തട്ടത്തിന് ആയത്തുണ്ട് മുസ്ലിയാരെ എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹമാണ് വസൽമൻ അർസൽന എന്ന ആയത്തോതി ദുർവ്യാഖ്യാനിച്ചത്. ആ ദുർവ്യാഖ്യാനം കൊണ്ട് തന്നെ പല ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന ചരിത്രങ്ങൾ പലപ്പോഴും ഞങ്ങൾ പറഞ്ഞു പോയിട്ടുമുണ്ട്. ആ മുസ്ലിയാരെ തന്നെ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാം. അദ്ദേഹം ഈ സയ്യിദ് സിറാജുദ്ദീൻ ഷെയ്ഖിന്റെ ഒരു വലിയ കറാമത്ത് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ ക്ലിപ്പ് കേൾപ്പിക്കാൻ കാരണം ഈ ഷെയ്ഖ് വലിയ ഇവരുടെ ഔലിയാക്കന്മാരാണ്. ഇവിടെ ഔലിയാക്കന്മാരെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കള്ളക്കറാമത്തുകൾ ഈ മുസ്ലിയാക്കന്മാർ തന്നെ ഇവരുടെ പേരിൽ അച്ചടിച്ച് വിപണനം ചെയ്ത് അവതരിപ്പിക്കുകയാണ്. അങ്ങനെ ഈ മുസ്ലിയാരും കാന്തപുരം മുസ്ലിയാരും ഇപ്പോ മുടിയും പൊടിയും ചട്ടിയൊക്കെ മാറ്റിയിട്ട് അടുത്ത കച്ചവടം, കാരണം ജാറ കച്ചവടം, പൊടി പിടിച്ച് കിടക്കുന്ന ജാറങ്ങളെയൊക്കെ ഒന്ന് കച്ചവടവൽക്കരിക്കണമല്ലോ. ആകെ മുടി കൊണ്ടുവന്ന് അതൊക്കെ ചൂറ്റിപ്പോയി എന്നേ പറയാനുള്ളൂ. നീ അടുത്തത് എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള ഓരോ കള്ളക്കറാമത്തുകളും അനുഭവ കഥകളൊക്കെ പറഞ്ഞ് ജാറങ്ങളുടെ വരുമാനം അതിങ്ങനെ
ഇങ്ങനെ ഈ സമസ്താലയത്തിന്റെ പോക്കറ്റിൽ, പുരോഹിതന്മാരുടെ പോക്കറ്റിലേക്ക് വീഴണം. അതിനുവേണ്ടി അടുത്ത ഒരു പണിയുമായിട്ട് കാന്തപുരം മുസ്ലിയാർ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാചകം നിങ്ങൾ കേൾക്കുക. അദ്ദേഹം തന്നെ ഈ മക്കാമിൽ കിടക്കുന്ന, ഈ പൊടി പിടിച്ച് കിടക്കുന്ന ഈ മക്കാമിനെ പറ്റി അദ്ദേഹം പറയുന്ന വാചകം നിങ്ങൾ കേൾക്കുക. ബഹുമാനപ്പെട്ട സയ്യിദ് സിറാജുദ്ദീൻ വലി റഹ്മത്തുള്ളാഹി അലൈഹി അയിലക്കാട് ജുമാഅത്ത് പള്ളിയുടെ മുൻഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ. അദ്ദേഹം വലിയ ഒരു വലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധാരാളം കറാമത്തുകൾ ഞങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയുടെ അനുജത്തിയെ മാരെ കെട്ടിയ ഭർത്താക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ വിഷമമുണ്ടായി. സിഹ്ർ കൊണ്ട് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു ഒരിക്കൽ. അപ്പോൾ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങളുടെ പേരിൽ ദിക്ർ വെച്ചു. അപ്പോൾ അകത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ ബോധം കെട്ടുപോവുകയും അങ്ങനെ ആ സ്ത്രീയുടെ വയറ് വീർത്ത് ശ്വാസം കിട്ടാതെയായി മരിച്ചു എന്ന് ഏകദേശം കണക്കാക്കിയപ്പോൾ ഇ കെ മുഹമ്മദ് ദാരിമി നവർ അല്ലാഹു മർക്കദഹു അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ ഭാര്യൻ്റെ അനുജത്തിന് കെട്ടിയ ആളാണ് അദ്ദേഹം. അന്നേരക്ക് അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ. മൂപ്പര് പറഞ്ഞ് ഇനി അയിലക്കാട് കൊണ്ടുപോകല്ല, നിവൃത്തിയില്ല. അയിലക്കാട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു കാറെടുത്ത് അതിൽ കയറ്റി താമരശ്ശേരി എത്തുമ്പോൾക്ക് കാറിൻ്റെ 3 ടയറും പൊട്ടിപ്പോയി. അവിടുന്ന് വേറെ കാറെടുത്ത് കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയറും പൊട്ടിപ്പോയി. 3ാമത്തെ ഒരു കാറെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ ഒരു 100 നായകളുണ്ട് അവിടെ, പോകാൻ സമ്മതിക്കാതെ. എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി, മരിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച് ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിനെ മുട്ടി വിളിക്കുന്നു. അപ്പം നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ട് പറഞ്ഞതൊന്നുമല്ല. ഓപ്പറേഷൻ ചെയ്ത് സുഖമാക്കി. അപ്പം അങ്ങോട്ട് പോയ കാറ് എല്ലാം വിട്ടതാണ്. അവിടെ നിങ്ങൾ വേറൊരു കാറ് പിടിച്ച് ആ കാറ് കിട്ടുന്നിടത്തൊക്കെ വരെ നടന്ന് സുഖമായിട്ട് കൊണ്ടുപോകും. ഇത് നമ്മളെ അനുഭവത്തിലുണ്ടായ ഒരു കറാമത്താണ് എന്ന് പറഞ്ഞാൽ എൽമിൻ്റെ അധികാരെ വളരെയധികം പ്രിയം വെക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു തള്ളാണ് നിങ്ങൾ കേട്ടത്. ഇതൊക്കെ തൻ്റെ അനുഭവമായിക്കൊണ്ടും താൻ ജീവിച്ചിരുന്നപ്പോൾ ഇതാ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കള്ളക്കഥകളും കെട്ടുകഥകളും കള്ളക്കറാമത്തുകളൊക്കെ ഈ മുസ്ലിയാർ കൂട്ടങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ അദ്ദേഹം ഇല്ലാത്ത ഒരു കപ്പലുണ്ടാക്കി ആ കപ്പലിൽ കയറി യാത്ര നടത്തി. ആ കപ്പൽ ഇങ്ങനെ കടലിൽ ആടി ഉലഞ്ഞപ്പോൾ അദ്ദേഹം ബദർ ശുഹദാക്കളെ വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹു രക്ഷപ്പെടുത്തി. എത്രേ CM മടവൂരിന്റെ ഒരു മുരീദ് അദ്ദേഹം ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തപ്പോൾ ആ ഫ്ലൈറ്റ് ഇറങ്ങില്ല
ഇന്ന സ്ഥലത്ത് എയർപോർട്ടിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്താണ്, CM മടവൂരിനെ വിളിച്ചു. CM മടവൂർ ഓടി വന്നു, തന്റെ കൈക്കുമ്പിളിൽ ഫ്ലൈറ്റിനെ താഴേക്ക് ഇറക്കി കൊടുത്തു. കുത്തുബിയത്തി എഴുതിയ സദഖത്തുല്ലാഹിൽ കാഹിരി, അദ്ദേഹത്തിന്റെ അരികിലേക്ക് ആളുകൾ വന്ന് പരാതി പറഞ്ഞു, മഴയില്ല, ജലക്ഷാമമാണ്, എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം നേരെ ഒറ്റ വിളി, മീക്കായിൽ ഇങ്ങോട്ട് വാ, തആൽ യാ മീക്കായിൽ. മീക്കായിൽ ഓടിപ്പിടിച്ചു വന്നു, മഴ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. മീക്കായിൽ മഴയും കൊടുത്തു. പ്രാർത്ഥനയൊന്നും വേണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് പ്രാർത്ഥനയൊന്നും വേണ്ട, നേരിട്ടാണത്രേ. അത് റഹ്മത്തുള്ള കാസിമിയുടെ വക ഒരു തള്ള്. സമസ്തയിലെ AP വിഭാഗവും EK വിഭാഗവും ഈ തള്ളു കാര്യത്തിൽ മത്സരിക്കുകയാണ്. ഇതിനൊക്കെ ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത് കൂട്ടരെ? അള്ളാഹുവിന്റെ ദീനിൽ പച്ചക്കളവുകൾ പറഞ്ഞ് കള്ളക്കറാമത്തുകൾ ഇറക്കുമതി ചെയ്ത് ഈ കാണുന്ന ഈ ശൈഖന്മാരാണ്, തങ്ങന്മാരാണെന്ന് വലിയ പേരൊക്കെ ഇട്ടുകൊടുത്ത് വാളിൽ ഒരു കാതിരി, വാളിൽ ഒരു ചിസ്തി എന്നൊക്കെ അവതരിപ്പിച്ച് പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യുക, എന്തോ പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞ് ഈ പാവങ്ങളായ സാധു ജനങ്ങളെ ഇവർ തള്ളിയിടുകയാണ് ഈ ശിർക്കിന്റെ കോട്ടയിലേക്ക്. അല്ലേ? ഇസ്ലാമുമായി എന്ത് ബന്ധമാണുള്ളത് ഇതിനൊക്കെ? അള്ളാഹുവിന്റെ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ പോയി ഏതെങ്കിലും സ്വഹാബികൾ ഇസ്തിഗാസ നടത്തിയോ? സഹായം ചോദിച്ചോ? എന്തെല്ലാം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ കാലത്തുണ്ടായി. വരൾച്ച വന്നില്ലേ? ക്ഷാമമുണ്ടായില്ലേ? ആരെങ്കിലും പോയോ? പോയിട്ടില്ല. ഇങ്ങനെ വല്ല അനുഭവ കഥകൾ അവർക്ക് പറയാനുണ്ടോ? ഒന്നുമില്ല. പിന്നെയോ, ഇത് മുസ്ലിയാക്കന്മാരുടെ മതമല്ലേ, അവർ പറയുന്നതാണ് മതം, അതല്ലാതെ ഇസ്ലാമുമായി ബന്ധമില്ല കൂട്ടരെ. ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്താ? ഞാൻ നേരത്തെ എന്തുണ്ടാ ക്ലിപ്പ് കേൾപ്പിച്ചത്, അതായത് അസ്മാഇ ചികിത്സ വികസിപ്പിച്ച സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം കുറെ ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ കൊണ്ടുവന്ന വ്യക്തിയാണ് ഷെയ്ഖ് സഈദ് സിറാജുദ്ദീൻ അൽ ഖാദിരി. ഇദ്ദേഹത്തിന്റെ പ്രത്യേകമായി കഴിവാണ്. സിഹർ ബാധിച്ച ആളുകളെ ഇദ്ദേഹം പ്രത്യേകമായി ചികിത്സിക്കും. അദ്ദേഹത്തെ വെല്ലാനും അദ്ദേഹത്തെ പോലെ ചികിത്സിക്കാനും സമസ്താലയത്തിൽ വേറൊരാളില്ല എന്നാണ് ഇവിടെ ഒരു സ്വകാര്യമായ വർത്തമാനവും. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്താ? നിങ്ങൾ കേട്ടല്ലോ, എന്താ അനുഭവം പറഞ്ഞ കാര്യം? അദ്ദേഹത്തിന്റെ ധാരാളം കറാമത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു കറാമത്ത് കാന്തപുരം പറഞ്ഞു കൊടുക്കുന്ന ഒരു കറാമത്താണ്. അതായത് ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് സിഹർ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല, സിഹറേറ്റു, അതുകൊണ്ട് സിഹർ കൊണ്ട് സഹിക്കാൻ. ചില ആൾക്കാർ ഈ സിഹർ എന്ന് പറഞ്ഞ സാധനം ഇല്ല എന്ന് പറഞ്ഞു കൊടുത്ത് നടക്കുന്ന കുറച്ച് മതയുക്തിവാദികളായ ആളുകൾ വേറെയുണ്ട് കേട്ടോ. ഞങ്ങൾ സിഹറിന് ഹക്കീക്കത്തും തഹ്സീറും ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാ. അത് പ്രമാണബദ്ധമാണ് എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ആൾക്കാരുമാണ് ഞങ്ങൾ. സിഹർ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. സിഹർ ഒരാൾക്ക് ഏൽക്കാം, ബാധിക്കാം. പക്ഷേ ഈ ജാതി ചികിത്സകളൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചികിത്സയുണ്ട്. ആ ചികിത്സയാണ് നമ്മൾ ചെയ്യേണ്ടത്, പ്രാർത്ഥനകളാണ്. അതിനുവേണ്ടി പ്രത്യേകമായ ശൈഖന്മാർ അരികിലേക്കോ തങ്ങന്മാരുടെ വീട്ടിലേക്കോ എവിടെയും പോണ്ട. ആ പ്രാർത്ഥന പഠിച്ചവർക്ക് എന്ത് ചെയ്യാ, ചൊല്ലാം. ഇതാണ് ഞങ്ങൾ പഠിപ്പിച്ച കാര്യം. അതേ ഇല്ല, ഈ പറയപ്പെടുന്ന സിഹറയില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില ആൾക്കാർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ നിഷേധിക്കുന്ന മുഅ്തസിലിയാക്കളായ ആളുകളെ ആയിട്ടാണ് ആ ചരിത്രങ്ങൾ നമ്മൾ വായിച്ചിട്ടുള്ളത്. അതിന്റെ പിന്മുറക്കാരായ ആളുകൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ആളുകൾക്ക് മുമ്പിൽ ഈ പ്രമാണം പറയുകയല്ലാതെ അത്തരം ആളുകളിലേക്ക് നമ്മളെ ആരും ഏച്ചുകെട്ടാൻ വേണ്ടി വരേണ്ടതുമില്ല. അത്തരം ആളുകളുമായി ഞങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ മുഅ്തസിലിയത്തിന്റെ വാദവും പേര് കിടക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇവിടെ ഏതായിരുന്നാലും നമുക്ക് കാന്തപുര അബൂബക്കർ മുസ്ലിയാരാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്താ? സിഹർ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായി, കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക്. അപ്പൊ എന്ത് ചെയ്തു? കാര്യം ഈ അസ്മാഇന്റെ വളരെ കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്ന സിഹർ ചികിത്സയുമായി ബന്ധമുള്ള ഇദ്ദേഹത്തിന്റെ പേരിൽ ദിക്ർ വെച്ചു. ദിക്ർ അങ്ങ് ചൊല്ലി. ഇവരിങ്ങനെ അൽഫാത്തിഹ അടിച്ചു വിടും പോലെ ദിക്ർ വെച്ചു. അപ്പോൾ എന്താണ്? അകത്തുണ്ടായിരുന്ന സ്ത്രീ ബോധം കെട്ടു വീണു. അപ്പൊ ഏതായിരുന്നാലും ഈ സ്ത്രീക്കാണ് സിഹർ ബാധ ഏറ്റിട്ടുള്ളത്. അതുകൊണ്ടാണ് ദിക്ർ വെച്ചപ്പോൾ തന്നെ ഈ സ്ത്രീ ബോധം കെട്ടു വീണു. അപ്പോ ബോധം കെട്ട് വീഴുക മാത്രമല്ല, ഈ സ്ത്രീയുടെ വയറങ്ങ് വീർത്തു വന്നു. നിങ്ങളെല്ലാം കേട്ടതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അതിങ്ങനെ പൊട്ടാറായതുപോലെ ഏകദേശം ഇങ്ങനെ മരിക്കാൻ വേണ്ടി പോകുന്നു എന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി. അപ്പൊ എന്ത് ചെയ്തു? പെട്ടെന്ന് അയലക്കാട് കൊണ്ടുപോവുക. പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉൾവിളി വന്നു. കാരണം അയലക്കാടാണല്ലോ ഇതിന്റെ പ്രത്യേകമായ ചികിത്സയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ അവിടേക്ക് എന്താണ്, വളരെ പെട്ടെന്ന് വണ്ടി വിളിച്ചു. ആ വണ്ടിയിൽ കയറ്റി താമരശ്ശേരിയിലേക്ക് എത്തിയപ്പോൾ അവിടെ കാറിന്റെ 3 ടയറും പൊട്ടി. ആരാ കൂടെയുള്ളത്? അബൂബക്കർ മുസ്ലിയാർ കൂടെയില്ലേ? ഈ മുസ്ലിയാർക്ക് ഭയങ്കരമായ കറാമത്തുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത്, സാധാരണ മരണപ്പെട്ടാലാണ് കറാമത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കല്. ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റിയുള്ള കറാമത്തുകൾ ഇവർ തന്നെ പറയാറില്ലേ?
അങ്ങനെ വലിയ കറാമത്തുള്ള ഒരു ഷെയ്ഖാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹം കൂടെ ഉണ്ടല്ലോ. അദ്ദേഹം കൂടെ ഉണ്ടായിരിക്കെ എന്തായിരുന്നു, 3 കാറിന്റെ 3 ടയറും പൊട്ടി. ശരിയാകട്ടെ, അങ്ങനെ രണ്ടാമത്തെ കാറും എടുത്തു. ആ രണ്ടാമത്തെ കാറും എന്ത് ചെയ്തു, അതിന്റെയും ടയർ പൊട്ടി. മൂന്നാമത്തെ കാർ എടുത്തു, ആ കാറുമായിട്ട് അങ്ങോട്ട് പോയി. ഇതാണ് സത്യ കഥയിലെ, ഈ കഥയിൽ ചോദ്യമൊന്നുമില്ല, നമുക്ക് ചോദിക്കാനും പാടില്ലല്ലോ, അനുഭവ കഥയല്ലേ. ഇതിന്റെയൊക്കെ സനദാരാ കാന്തപുരം മുസ്ലിയാരാണ്, അതുകൊണ്ട് ചോദിക്കേണ്ടതുമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സനദല്ലേ. മുടി കൊണ്ടുവന്ന ആ മുടി കൊണ്ടുവന്നിട്ട് കള്ള സനദ് ഉണ്ടാക്കിയ ഈ മുസ്ലിയാർക്ക് സനദ് ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, കാന്തപുരം തന്നെയാണ് ഇതിന്റെ റാവി. അതുകൊണ്ട് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് EK വിഭാഗത്തോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരികയും ചെയ്യും. എന്തായിരുന്നാലും അങ്ങനെ മൂന്നാമത്തെ കാറും എടുത്ത് അവരിങ്ങനെ പോയി എടപ്പാള് അങ്ങാടിയിലേക്ക് എത്തിയപ്പോ അവിടെ കുറെ നായ്ക്കൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നായ്ക്കൾ ഇതിങ്ങനെ ഏതോ ഭീകരമായ എന്തോ കഥ പറയും പോലെയുണ്ട്. എന്നിട്ട് ഈ നായ്ക്കളോട് നിന്നു അവിടെ പോകാൻ അങ്ങ് സമ്മതിക്കുന്നില്ല. അവരവിടുന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടപ്പോ ഈ നായ്ക്കളിൽ നിന്ന് ഇവരിങ്ങനെ വണ്ടി ഇങ്ങനെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്ത് മുന്നോട്ട് പോയപ്പോ ഈ സ്ത്രീ എന്താണ്, ഹയാത്തായി. അത്രേ, ഈ സ്ത്രീ ഹയാത്തായി. അങ്ങനെ ഈ സ്ത്രീയെ ഞങ്ങൾ നേരെ ഈ മക്ബറയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ മക്ബറയിൽ കൊണ്ടുപോയിട്ട് ഈ സ്ത്രീ അവിടേക്ക് വിട്ട് അങ്ങ് ഡോർ അങ്ങ് അടച്ചു. ഇവർ പുറത്ത് കാത്തു നിൽക്കുകയാണ്. അകത്തെന്താണ്, ഷെയ്ഖിന്റെ വക ഒരു ഓപ്പറേഷൻ നടക്കാനുണ്ട്. ഒരു ഓപ്പറേഷൻ, സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഓപ്പറേഷൻ. അതാ ഷെയ്ഖ് ജാറത്തിലും ഈ സ്ത്രീ എന്താണ് ആ ജാറത്തിന്റെ അവിടെയും ആ റൂമിലും. എന്ത് ഇതൊക്കെ പറയുക. അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ കേട്ടില്ലേ. അങ്ങനെ ജാറത്തിലേക്ക് പോയ സ്ത്രീ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരികെ മടങ്ങി വരുന്നു. അപ്പൊ ഇനി ഏതായിരുന്നാലും സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടോ നേരെ പോവുക ഐലക്കാട് മക്കാമിലേക്ക്. അതിനുവേണ്ടിയാണ് ഈ മുസ്ലിയാർ ഈ കള്ളക്കഥ, കള്ള അനുഭവ കഥ ഇവിടെ ഇപ്പൊ സമർത്ഥിച്ചത്. അവിടേക്കാരും പോകാത്തത് കൊണ്ട്, ആ ജാറത്തിൽ വരുമാനമില്ലാത്തത് കൊണ്ട് ആ പള്ളി കമ്മിറ്റിക്കാർ കാന്തപുരത്തിനോട് എന്ത് ചെയ്യുക, ആവശ്യപ്പെട്ട് കാണും. അതുകൊണ്ട് കാന്തപുരം ഇല്ലാത്തൊരു സ്ത്രീയെ ഉണ്ടാക്കി, ഇല്ലാത്ത കുറെ നായ്ക്കളെ ഉണ്ടാക്കി, ഇല്ലാത്ത വണ്ടി ഉണ്ടാക്കി, ടയറൊക്കെ പൊട്ടിച്ച് അവതരിപ്പിച്ച കള്ളക്കഥയാണിത്. മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഈ സമൂഹത്തെ, മുസ്ലിം സമുദായത്തെ എവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? ഷിയാക്കളുടെ ആചാരങ്ങളിലേക്ക്. സൂഫിസം എന്താണ് ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്, അവിടേക്കാണ് ഈ മുസ്ലിയാക്കന്മാരായ ആളുകൾ ഈ പാവപ്പെട്ടവരായ മുസ്ലിമീങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. ശുദ്ധമായ ശിർക്കം വിശ്വാസം. ഇങ്ങനെ നിങ്ങളുടെ ഷെയ്ഖന്മാര് ഓപ്പറേഷനൊക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ പിന്നെ എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങളുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നത്? അവിടേക്ക് എന്താ കൊണ്ടുപോകാത്തത്? എന്തെങ്കിലും പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ടുകൾ വന്നാൽ ഈ മുസ്ലിയാക്കന്മാരായ ആളുകൾ അവരുടെ മക്കളെയോ അവരുടെ ഭാര്യമാരെയോ ഇവരാരും ഒരു ജാറത്തിലേക്കും കൊണ്ടുപോകില്ല. ഒക്കെ സാധുക്കളായ മനുഷ്യന്മാര് എന്തെങ്കിലും കേട്ടാൽ ഇതൊക്കെ ശരിയാണെന്ന് കരുതി ഈ ജാറത്തിൽ പോകും, അവിടെ കൊണ്ട് കാണിക്കും, മരുന്നും മേടിക്കൂല, ഒന്നും മേടിക്കൂല. ഈ മന്ത്രവാദവും ഈ മന്ത്ര തന്ത്ര ജപ ഹോമാദികളിൽ ഈ മുസ്ലിം സമുദായത്തെ ഈ പുരോഹിതന്മാർ തളച്ചിടുകയാണ്. ഈ സാധുക്കളായ മനുഷ്യന്മാർ ഇതെല്ലാം ശരിയാണെന്ന് കരുതി ആ ജാറങ്ങളിൽ പോയി കുത്തിയിരിക്കും. അവസാനം എന്ത് ചെയ്യും? അതൊക്കെ മയ്യത്തായി തീരുകയും ചെയ്യും. സഹോദരങ്ങളെ, നിങ്ങൾ വഞ്ചിതരാകാൻ പാടില്ല. ഇവർ ഈ പഠിപ്പിക്കുന്ന ദീൻ ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. കള്ളക്കറാമത്തുകൾ ജാറങ്ങളിൽ കിടക്കുന്ന ഏതോ ചില ആളുകളുടെ പേരിൽ അവതരിപ്പിച്ച് വിറ്റഴിച്ച് നിങ്ങളുടെ സമ്പത്ത് ഇവർ കൊള്ളയടിക്കുകയാണ്. തിരിച്ചറിയണം സഹോദരങ്ങളെ, ദീൻ പഠിക്കേണ്ടത് ഈ ജാതി മുസ്ലിയാക്കന്മാരുടെ കയ്യിൽ നിന്നല്ല, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ കൈകളിലുണ്ട്. മഹാനായ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത്, സ്വഹീഹായ ഹദീസുകൾ നമ്മുടെ കൈകളിലുണ്ട്. അത് കൃത്യമായി വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ മുസ്ലിയാക്കന്മാരായ ആളുകൾ പറയുന്ന കാര്യം സത്യസന്ധമല്ല എന്ന്. ഞങ്ങൾ മുജാഹിദുകൾ പറയുമ്പോൾ അവർ പുത്തൻവാദികളാണ്, അവർ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കരുത്. നിങ്ങൾ കേൾക്കണ്ട. നിങ്ങൾ അള്ളാഹിന്റെ ഖുർആൻ കയ്യിലില്ലേ, ഒന്ന് വായിച്ചു നോക്കി. പ്രവാചകന്റെ ഹദീസുകൾ, സ്വഹീഹായ ഹദീസുകൾ, ലോകത്തറിയപ്പെടുന്ന മുഹദ്ദിസീങ്ങൾ ഇന്ന ഹദീസ് സ്വഹീയാണ്, ഈ ഹദീസ് ലഈഫാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ലേ? വായിച്ചു നോക്കി നിങ്ങൾ. ഞങ്ങൾ പറയുന്നത് കാരണം കൊണ്ട് മാത്രം നിങ്ങൾ സ്വീകരിക്കണ്ട. സഹോദരന്മാരെ,
വളരെ കൃത്യമായി നിങ്ങൾ പ്രമാണങ്ങളിൽ നിന്ന് ദീൻ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ കള്ള പുരോഹിതന്മാരായ ആളുകൾ നിങ്ങളെ കൊണ്ടുപോകുന്നത് ശിർക്കൻ വിശ്വാസങ്ങളിലേക്കാണ്. ഇസ്ലാമുമായി ബന്ധമില്ലാത്ത, അള്ളാഹുവിന്റെ ഖുർആനുമായി ബന്ധമില്ലാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മതവുമായി ബന്ധമില്ലാത്ത ഇത്തരം സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ പരലോകം ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പോയാൽ നഷ്ടപ്പെട്ടു പോകും. ശിർക്ക് മഹാപാതകമാണ്. ആ പാതകം ഒരാൾ ചെയ്താൽ അള്ളാഹു കാലാകാലം അത് ഒരിക്കലും പൊറുക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, ഈ പുരോഹിതന്മാർക്കെതിരിൽ വളരെ ശക്തമായി മുജാഹിദ് പ്രസ്ഥാനം ഇങ്ങനെ തൗഹീദ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. വളരെ ശക്തമായ ഭാഷയിൽ. അത് ആരോടെങ്കിലുമുള്ള വിദ്വേഷം കൊണ്ടല്ല, ഏതെങ്കിലും മുസ്ലിയാക്കന്മാരോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഇവർ ഈ പറയുന്ന കാര്യം ഒരിക്കലും പ്രമാണങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയില്ല. ഇവരൊക്കെ അംഗീകരിക്കുന്ന ആളല്ല ഇമാം സുയൂത്തി. ഇമാം സുയൂത്തിയുടെ അൽ അംർ ബിൽ ഇത്തിബ എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കോ. ആ പുസ്തകത്തിൽ, ആ ഗ്രന്ഥത്തിൽ ശൈഖ് അവറുകൾ പറഞ്ഞു വെച്ച വാചകം എന്താ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ ശേഷം സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നു. വഖദ് അജ്ദബു മറാത്തിൻ, വരൾച്ചകൾ കടന്നു വന്നു, ജലക്ഷാമങ്ങൾ നേരിട്ടു. ഈ സന്ദർഭത്തിൽ അവരാരും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വസ്തഗാസോ ഇന്ദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി അവരാരും ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അവരാരും റസൂലുള്ളാഹിയോട് സഹായം ചോദിച്ചില്ല. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇവിടെ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, റസൂലെ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനോട് സഹായം ചോദിച്ച ഒരു സംഭവം ഇല്ല എന്നാണ് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയത്. ഉണ്ടെങ്കിൽ തെളിയിക്കണം മുസ്ലിയാരെ. വാറോലകളായ കള്ള വാറോലകൾ കൊണ്ടുവന്നുകൊണ്ട്, കള്ള അനുഭവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തെ നിങ്ങൾ ശിർക്കിലേക്ക് ക്ഷണിച്ചാൽ മുജാഹിദുകൾ നിങ്ങൾക്കെതിരെ ശക്തമായ തൗഹീദിന്റെ പടയോട്ടമായി ഇവിടെ ഉണ്ടാകും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ വേദനിപ്പിച്ചാലും, ആരൊക്കെ കുത്തി പറഞ്ഞാലും, ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഈ തൗഹീദിന്റെ പോർക്കളത്തിൽ മുജാഹിദുകൾ ശക്തമായി ഇവിടെ ഉണ്ടാകും. നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാകും, സലഫി പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹോദരങ്ങളെ, തൗഹീദിലേക്ക് മടങ്ങുക. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീൻ നമ്മുടെ മുമ്പിലുണ്ട്. അതിലേക്ക് നിങ്ങൾ മടങ്ങുക. ഈ പുരോഹിതന്മാർ പറയുന്ന കള്ളക്കഥകൾ കേട്ട് അതിന്റെ പിന്നാലെ പോയാൽ നിങ്ങളുടെ പരലോകം നഷ്ടപ്പെട്ടു പോകുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.